അടിപൊളിയായി. മമ്മി എന്താ എല്ലാവർക്കും ഒരു ആദരവ്? മമ്മി ഞങ്ങൾ കളിയാക്കിയതൊന്നുമല്ല. സത്യം പറഞ്ഞ എഴുന്നേറ്റ് പോയതാ. അയ്യോ, ഒരടി കിട്ടിയ ഇത്രയും ഭംഗിയായിട്ട് അത് തിരിച്ചു കൊടുക്കുന്ന ഒരാളെ മമ്മി അല്ലാതെ വേറെ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല. ഓ അത് അങ്ങനെ. എന്തൊരു ചങ്കൂറ്റമാ ആന്റി, ശോ, എന്തൊരു ചങ്കുറപ്പാണ്. പെണ്ണുങ്ങളായാലേ ഇങ്ങനെ വേണം ആന്റി. ശോ. ഒരു പെണ്ണും ആണിന്റെ മുന്നിൽ തോൽക്കാൻ പാടില്ല. എന്റെ പൊന്നു മമ്മി, ഞങ്ങളിപ്പോ ഇവിടെ സംസാരിച്ചത് എന്താണെന്നറിയോ? മമ്മിയുടെ സ്ഥാനത്ത് ഒരു സാധാരണ പാവം പിടിച്ച ഒരാളായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്ന്. അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിലേ സൂര്യൻ നന്ദിനെ ഞങ്ങൾ വെറുതെ വിടുവായിരുന്നോ? മമ്മി ഓഫീസിലെ മീറ്റിംഗിന്ന് അവളെ അടിച്ചു തുരത്തിയ കാര്യം എന്തായാലും ഗംഭീര സംഭവമായിരുന്നു. പക്ഷേ ഏട്ടന്റെ അവളുടെ തലക്കടി കിട്ടിയത് ഇൻവിറ്റേഷൻ കാർഡിന്ന് അവളുടെ പേര് മാറ്റിയപ്പോഴാ. അത് ആരെക്കൊണ്ടും ചിന്തിച്ചെത്താൻ പറ്റുന്നതല്ല. എല്ലാരും ചിന്തിച്ചെത്തുന്ന കാര്യങ്ങള് പത്മ ചെയ്യേണ്ട കാര്യമുണ്ടോ? വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്താലല്ലേ ഒരു രസമുള്ളൂ. എന്തിനാ ആന്റി ഒരുപാട് ചെയ്യുന്നേ? ഒരു 4-5 ദിവസം കൂടുമ്പോൾ ഇതുപോലൊരു പണി കൃത്യമായിട്ട് കൊടുത്താൽ കുറച്ചു ദിവസം കഴിയുമ്പോൾ സാധനങ്ങളെല്ലാം ഇറക്കി വെച്ച് നമ്മളെ എല്ലാം വിളിച്ച് അവൾ യാത്രയും പറഞ്ഞ് ടപേന്ന് പോകും. അത്രേ ഉള്ളൂ. അതെ മമ്മി, എന്തായാലും അവളായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നൊരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ. അങ്ങനെ മാത്രമേ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റൂ. അല്ല, നമ്മളായിട്ട് അവളോട് ഇറങ്ങി പോവാൻ പറഞ്ഞ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഏട്ടൻ തടയും. അവള് പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. ഇന്നേ വരെ ഞാൻ എടുത്ത തീരുമാനത്തിൽ എനിക്ക് പുറകോട്ട് പോകേണ്ടി വന്നിട്ടില്ല. നടപ്പിലാക്കാൻ അധികം സമയം എടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇവളുടെ കാര്യത്തിൽ അത് സംഭവിച്ചു പോയി. ആരെങ്കിലും 2 പേരെ വിട്ടാ പിടിച്ചു കെട്ടി കൊണ്ടുപോകാൻ ആളുണ്ടായിരുന്നു. വേണമെങ്കിൽ കൊന്നുകളയാൻ വരെ തയ്യാറായിരുന്നു. പക്ഷെ എന്തോ ഞാനത് ചെയ്തില്ല. ഒരുപക്ഷെ അവളോട് അവൻ കാണിക്കുന്ന സ്നേഹം കൊണ്ടായിരിക്കും. മമ്മി, ഒരിക്കൽ പരിപൂർണമായിട്ട് തളർന്നു പോയല്ലേ അവൻ. കുറ്റക്കാരി ഞാനല്ലാതെ ഇരുന്നിട്ട് പോലും അതിനവൻ എന്റെ തലയ്ക്ക് നേരെയാ ചൂണ്ടുന്നത്. അതിന്റെ പ്രായശ്ചിത്തായിട്ടൊന്നും അല്ല. പെട്ടെന്ന് അവനെ വേദനിക്കുന്ന അവസ്ഥയിൽ കാണാൻ പറ്റാത്തോണ്ടാ. എടി, ഞാൻ പ്രസവിച്ച മോനല്ലേ ഇത്. ബോധമില്ലാതാവുന്നതുവരെ മദ്യപിച്ച് തളർന്ന് എവിടെയെങ്കിലും ഇരിക്കുന്നതിനേക്കാൾ എന്നോട് വെല്ലുവിളിച്ച് മുന്നിൽ നിൽക്കുന്ന അവനെയാ എനിക്കിഷ്ടം. അവനപ്പോൾ ജീവിക്കാണല്ലോ. എന്തായാലും നിങ്ങളിരുന്ന് സംസാരിക്കാം. അളിയനോടുള്ള ആന്റിയുടെ സ്നേഹം ഇതിനു മുന്നേ തന്നെ നമുക്ക് മനസ്സിലായതാ. പക്ഷേ ആന്റി സ്നേഹം കാണിച്ച് അങ്ങോട്ട് ചെന്നാലേ ആന്റിക്ക് ആട്ടും തുപ്പും തന്നെയായിരിക്കും കിട്ടുന്നത്. അതിന് വിജയിക്കെന്താ? അവര് തമ്മിലാണെങ്കിൽ കഴിയണമെന്ന് ഇവിടെ ആർക്കും ഒരു നിർബന്ധവും ഇല്ല.